നമസ്കാരം കുട്ടികൾക്കും സുവർ സാറാണ്. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെന്റ് എക്സാം ഇപ്പോൾ തീരുകയാണ്. ഇനി നമ്മുടെ ഇതിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് കുട്ടികളുടെ അടുത്ത പടി. എന്തായാലും റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുറെ ഉടനെ വരണം എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിനൊരു ടൈമുണ്ട്. കാരണം ഇതൊക്കെ നോക്കി ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മിസ്റ്റേക്സുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ആകെ പ്രോബ്ലമാണ്. ഈയിടെ തന്നെ +2വിന്റെ സർട്ടിഫിക്കറ്റിൽ ഇപ്പൊ റെഗുലറുകാരുടെ സർട്ടിഫിക്കറ്റിൽ കുറേ മിസ്റ്റേക്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കൊടുത്ത് റിട്ടേൺ ആക്കി ചെയ്ത് കൃത്യമായിട്ട് വരുമ്പോൾ കുറെ സമയമെടുക്കും. അതുകൊണ്ട് എന്തായാലും ഈ റിസൾട്ടും എന്തായാലും നല്ലപോലെ നോക്കി കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തിക്കത്തുള്ളൂ. എന്നാലും നമ്മുടെ സാധാരണ നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് 15 to 20 ഡേയ്സ് വേണം എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് ഒരു 15 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 15 ദിവസം ജസ്റ്റ് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ റിസൾട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അടുത്ത മാസം ഏകദേശം ഒരു 15-ാം തീയതിക്ക് പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് എൻ്റെ തോന്നൽ. ആ 15 അറൗണ്ട് തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ ആയിട്ട്. അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ജയിച്ച ഒരു കുട്ടിയാണെങ്കിലും തോറ്റൊരു കുട്ടിയാണെങ്കിലും അടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ളതായിരിക്കണം. തോറ്റു എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 1 ഇയർ ചിലപ്പം നഷ്ടപ്പെടുന്നതിന് പകരമായിട്ട് നിങ്ങളൊരു കോഴ്സ് പഠിക്കുകയും ഇതിനോടൊപ്പം തന്നെ +2 അടുത്ത വർഷം എഴുതിയെടുക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനും തയ്യാറാവണം. അതിന് നിങ്ങൾ ഉത്തരവാദിയായിട്ടുള്ള ആളാണ്. കാരണം നിങ്ങളടുത്ത് 2 വർഷം തന്നിരുന്നു പഠിക്കാൻ. അപ്പൊ അത് നമ്മളുടെ ചിലപ്പോൾ ഒരു അബദ്ധം കൊണ്ടോ ശ്രദ്ധിക്കാത്തതിന്റെ പേരിലായിരിക്കും തോറ്റത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? അടുത്തൊരു വർഷത്തേക്ക് എഴുതാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടി വീട്ടുകാരുടെ പറഞ്ഞ് പഠിച്ച് അതും പാസ്സാവണം. ഒരു പുതിയ കോഴ്സ് ഏതെങ്കിലും ഒരു വർഷത്തേക്കുള്ളതിന് വേണ്ടി ജോയിൻ ചെയ്ത് അതും ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിഷമം തോന്നില്ല. അപ്പൊ അതിന് നിങ്ങൾ ഉറപ്പായിട്ടും തയ്യാറാകണം. ഇനി ജയിച്ച ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ജയിക്കുന്ന ഒരു കുട്ടി എന്താ ചെയ്യണമെന്ന് കേട്ടോണം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഹയർ കോഴ്സ് ആയിരിക്കും, അത് ഡിഗ്രി ആയിരിക്കാം, പല രീതിയിൽ കൂടെ നിങ്ങൾ അതിന് പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം. മീൻസ് ഇനി നമുക്ക് പഠിക്കാനുള്ള കോഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം പോകാൻ. പഠിക്കാനുള്ള കണ്ടന്റ്, പഠിക്കാനുള്ള സബ്ജക്ട്സുകൾ എല്ലാം കൃത്യമായിട്ട് വേണം പോകാൻ. അതിലുപരി നിങ്ങൾക്ക് അടുത്തൊരു കോഴ്സിനൊക്കെ പോകുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് അയക്കാൻ വളരെ ടൈം കുറവായിരിക്കും. കാരണം ഓൾറെഡി റെഗുലറുകാരെല്ലാം അയച്ചിപ്പം തീർന്നിട്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മിക്ക ഇപ്പൊ യൂണിവേഴ്സിറ്റി ആണെങ്കിലും എല്ലാം ഒരു ദിവസത്തേക്കൊക്കെ ടൈം തരും. ആ സമയം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തേക്കണം. കാരണം ഇനിയിപ്പോൾ നമുക്ക് ഒത്തിരി സമയം അതിന് കിട്ടത്തില്ല. അപ്പോൾ ഏത് കോഴ്സിനാണോ പോകുന്നത് ആ കോഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് എവിടെയാണോ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, അതിന് എത്ര സമയം കിട്ടും, അതിന്റെ കൃത്യമായിട്ട് എല്ലാം അറിഞ്ഞ് വേണം ജയിച്ച ഒരു കുട്ടി അടുത്ത പണിക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ. ഇനി അത് ചിലപ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അതിന്റെ ടൈം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിന് പോകാൻ പറ്റുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് ജയിച്ച കുട്ടിയാണേലും തോറ്റ കുട്ടിയാണേലും ഇനി ശ്രദ്ധിക്കാനുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത മാസം നമുക്കൊരു 15-ാം തീയതിക്ക് മാത്രം, ജൂലൈ 15-ാം തീയതിക്കൊക്കെ നമ്മുടെ റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നോക്കുമ്പോൾ ആ രീതിയിൽ കൂടെയാണ് നമ്മുടെ ടൈം വരുന്നത്. ഓക്കെ, ഇപ്പൊ റിസൾട്ട് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഫെയിലായ കുട്ടിയാണേലും വിഷമിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ കോഴ്സും അതിനോടൊപ്പം തന്നെ +2 പഠനവും കണ്ടിന്യൂ ചെയ്യണം. ഉടനെ കയറി നമ്മുടെ ഈ നിയോസ് എന്ന് പറയുന്ന നമ്മുടെ +2 തത്തുല്യ എക്സാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഉടനെ നിങ്ങൾ അതിനു വേണ്ടി ചെയ്യല്. ഒരു വർഷം കൂടെ കാത്തിരുന്ന് നന്നായിട്ട് എഴുതി പാസ്സാകാൻ പറ്റിയില്ലെങ്കിൽ ആ കോഴ്സിന് ജോയിൻ ചെയ്ത് വേണമെങ്കിൽ +2 നിങ്ങൾക്ക് പാസ്സാവാം. പക്ഷെ അതും പഠിക്കാനൊക്കെ ഉണ്ട്, അത്ര ഈസിയൊന്നും അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും ജയിക്കട്ടെ എന്ന് എല്ലായിടത്തും ഞാനും പ്രാർത്ഥിച്ചേക്കാം. എല്ലാവരും ജയിക്കട്ടെ. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.